വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന ചാപ്റ്ററിലെ പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വായിക്കാം, പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഓട്ട മത്സരത്തിൽ അലി 3ാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണമെന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓട്ട മത്സരത്തിൽ അലി 3ാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണമെന്ത്? എന്തായിരിക്കും കാരണം? ഓട്ട മത്സരത്തിൽ 3ാം സ്ഥാനത്തിന് ലഭിക്കുന്ന സമ്മാനം ഒരു ജോഡി ഷൂസാണ്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ മത്സരത്തിനു ചേർന്നത്. ഷൂസ് സമ്മാനമായി ലഭിച്ചാൽ അത് സാറയ്ക്ക് നൽകാമല്ലോ എന്ന് കരുതിയാണ് അവൻ മത്സരിച്ചത്. ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മറ്റു കുട്ടികൾ ആരും അറിയരുത്, അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും. അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ത്? എന്തുകൊണ്ടായിരിക്കും അലി അങ്ങനെ പറയാൻ കാരണം അവൾക്ക് മാനക്കേടുണ്ടാവുന്ന? ഒരു ദിവസം സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു. ഈ വിവരം സാറ അലിയോട് പറഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ ആരും അറിയരുത്, അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും എന്നാണ് അലി പറയുന്നത്. ആ പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാകരുത് എന്ന കരുതൽ അലിയുടെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അത് പറഞ്ഞാൽ അവൾക്ക് അത് മാനക്കേടാകും എന്ന് തോന്നുന്നതുകൊണ്ടാണ് അലി അങ്ങനൊരു പ്രസ്താവന പറയുന്നത്. നെക്സ്റ്റ്, കാഴ്ചയിലേക്ക്. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത് അഭിപ്രായം പങ്കുവയ്ക്കുക. അപ്പോൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട രംഗം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെ വിശകലനം ചെയ്ത് അഭിപ്രായം പങ്കുവയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ എഴുതിയേക്കുന്നത് ഒരെണ്ണമുണ്ട്, അത് നമുക്ക് നോക്കാം. നോക്കൂ. സ്വർഗത്തിലെ കുട്ടികൾ എന്ന സിനിമയിൽ ഏറെ സ്വാധീനിച്ച രംഗം അലിയും സാറയും ഷൂസ് അന്വേഷിച്ച ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതാണ്. വളരെ ദയനീയമായ ആ കുട്ടിയുടെ സാഹചര്യം കാണുമ്പോൾ അവർക്ക് സങ്കടമാകുന്നു. ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ്. സ്വന്തം ജീവിതാവസ്ഥയേക്കാൾ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് അവർ ഷൂസ് തിരികെ വാങ്ങാതെ സഹപാഠിയെ അപമാനിക്കാതെ തിരികെ പോകുന്ന രംഗമാണ് ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത്. നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന രംഗമാണിത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും രംഗമാണെങ്കിൽ അത് എഴുതാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ്? അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അലിയാണോ സാറയാണോ ആരാണ് നിങ്ങൾക്ക് ഈ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളതാണ് നിങ്ങളിതിനകത്ത് പറയേണ്ടത്. എന്താണ്? ഈ ചലച്ചിത്രത്തിൽ ഇപ്പം നമ്മൾ എഴുതിയേക്കണ ആരെയും നോക്കൂ. ഈ ചലച്ചിത്രത്തിലെ ഏറ്റവും ആകർഷക കഥാപാത്രം 9 വയസ്സുകാരനായ അലി എന്ന കുട്ടിയാണ്. സാറയുടെ ഷൂസ് അവൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമാകുന്നത്. തുടർന്ന് അവർ ഒരു ജോഡി ഷൂസ് കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. സാറ വരുന്നതും കാത്ത് അലി നിൽക്കുന്നതും തുടർന്ന് ക്ലാസ്സിലേക്കുള്ള ഓട്ടവും വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ക്ലാസ്സിൽ എന്നും വൈകുമ്പോൾ അവന് വഴക്ക് കിട്ടുന്നുണ്ട്. ഷൂസ് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു. കാരണം അവർ ജീവിക്കുന്നത് ദരിദ്രാവസ്ഥയിലാണ്. മറ്റൊരു ഷൂസ് വാങ്ങാൻ തൻ്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് തിരിച്ചറിയുന്ന കുട്ടിയാണ് അലി. ഷൂസ് നഷ്ടപ്പെട്ട കാര്യം അവൻ മറച്ചു വയ്ക്കുന്നത് അതുകൊണ്ടാണ്. സാറയുടെ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ആ കുട്ടിയെ അപമാനിക്കരുതെന്നാണ് അലി പറയുന്നത്. അവൻ്റെ മനസ്സിൻ്റെ നന്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പെൺകുട്ടിയെ പിന്തുടർന്ന് അവളുടെ അവസ്ഥ കണ്ട അലിയും സഹോദരിയും അവളെ അപമാനിക്കാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉറവ് പറ്റിയിട്ടില്ലെന്ന് ഈ കഥാപാത്രത്തിലൂടെ സംവിധായകൻ പങ്കുവയ്ക്കുന്നു. തങ്ങളുടെ ജീവിതം തീർത്തും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടി നന്മയും ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നു. ഏത് സാഹചര്യത്തിലും നന്മയും സ്നേഹവും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് അലി എന്ന കഥാപാത്രം തെളിയിക്കുന്നു.
ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സാറയാക്കാം, കാരണം അലിയെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള കഥാപാത്രമാണ് ആര്? സാറയും അവരെ അപമാനിക്കാതെ അലി പറയുന്നത് കേട്ട് അനുസരിച്ച് കൂടെ പോരുന്നുണ്ട് അല്ലേ. സാറയും അലിയെപ്പോലെ തന്നെ അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം സാറയാണെങ്കിൽ സാറ എഴുതാം, അലിയാണെങ്കിൽ അലിയെ എഴുതാം. ഇടരൂപങ്ങൾ തിരിച്ചറിയാം. ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു. ഇവിടെ കണ്ടോ, അലി സാറ പറഞ്ഞു എന്നാണ് കിടക്കുന്നത്. പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിലാണോ ഈ വാക്കുള്ളത്? ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു എന്നാണ്. അപ്പോൾ പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയായി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം എന്ത്? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പൂർണ്ണമാക്കാൻ കിട്ടുന്ന ഇടരൂപം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പൂർണ്ണമായി അത് ആശയം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി ആരോട് പറഞ്ഞു? സാറയോട്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? സാറയോട് പറഞ്ഞു എന്നാക്കണം. അപ്പോൾ സാറയോട് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഇടരൂപം ഏതാണ്? ഓട് അല്ലേ, സാറയോട്. ഇതാണ് ഇടരൂപം. ഇടയ്ക്ക് നമ്മൾ പൂർണ്ണമായ ആശയം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന വാക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇടരൂപം എന്ന് പറയുന്നത്. അപ്പോൾ അലി സാറയോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഓട് എന്നാണ്. ഇതുപോലെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതാ നോക്കൂ, സാറയുടെ, ഇവിടെ എന്താ പറയണേ? ഉടേ എന്നാ പറയണേ. സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു. അപ്പോൾ ഇടരൂപം ഏതാണ്? ഉടേ അല്ലേ. ഇനി പിതാവിൻ്റെ, ഇന്ത്യയാണ് വന്നേക്കണത്. പിതാവ് ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞ് ജീവിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞുള്ള ആശയം കറക്റ്റാവോ? ഇല്ല. പിതാവിൻ്റെ, അപ്പം ഇന്ത്യയാണ് ഇവിടെ വരുന്ന ഇടരൂപം, ഇന്ത്യ. അടുത്ത് നോക്കൂ, അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. അപ്പം അലി പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവോ? ഇല്ല. അലിയുടെ, അപ്പോൾ ഇവിടെ ഇടരൂപം ഉടേ. അടുത്തത്, ഒരു പഴക്കടയിൽ കുട്ടികൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ. അപ്പോൾ ഒരു പഴക്കടയിൽ, പഴക്കട കുട്ടികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. അപ്പം ഇല്ലാണ് അവിടെ വരുന്ന ഇടരൂപം. അഞ്ചാമത്തെ, അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവന് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ്. അപ്പം അവൾ ഉച്ചയ്ക്ക് മുമ്പും അവൻ ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ നമുക്ക്? ഇല്ല. അവൾക്ക് അല്ലേ. അപ്പോൾ അവിടെ ക്ക് ഉണ്ട്, അതുപോലെ അവന് എന്നുണ്ട് അല്ലേ. അവൻ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ ഇതാണ് ഇടയ്ക്ക് ചേർക്കുന്ന ഈ വാക്കുകളാണ് ഇടരൂപം, പൂർണ്ണമായ ആശയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചർച്ച ചെയ്യാം, കണ്ടെത്താം. ചലച്ചിത്രത്തിലെ അലിയും സാറയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ ദാരിദ്ര്യമാണ് അവർ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നം എന്നുള്ളത്. അപ്പം ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗം വായിച്ച് നോക്കിയിട്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ദാരിദ്ര്യമാണല്ലേ. അപ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? വളരെ ദരിദ്രമായ കുടുംബത്തിലെ അംഗമാണ് അലിയും സാറയും. സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുമ്പോൾ അലിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നു. ഷൂസ് നഷ്ടമായ വിവരം അവൻ മാതാപിതാക്കളെ അറിയിക്കുന്നില്ല. കാരണം എന്താ? മാതാപിതാക്കൾ ദരിദ്രരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അലിയുടെ ഷൂസ് സാറയ്ക്ക് നൽകുന്നു. അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവൻ ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ്. അതായത് അവർക്കപ്പം മാറ്റി മാറ്റി ഇടാലോ. അനിയത്തി തൻ്റെ ഷൂസ് തരുമ്പോൾ അതുമിട്ട് അലി സ്കൂളിലേക്ക് ഓടും. എന്നും സ്കൂളിൽ വൈകി എത്തുന്നതിന് അവന് ശിക്ഷ കിട്ടും. അനിയത്തിയുടെ നഷ്ടപ്പെട്ട ഷൂസിന് പകരം മറ്റൊരു ഷൂസ് നൽകാൻ വേണ്ടി അലി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. 3ാം സമ്മാനമായി ഒരു ജോഡി ഷൂസ് നേടാനാണ് അവൻ മത്സരിച്ചത്. എന്നാൽ അവന് 1ാം സ്ഥാനമാണ് കിട്ടിയത്. അതുകൊണ്ട് ഷൂസ് സമ്മാനമായി കിട്ടിയില്ല. അവന് വലിയ സങ്കടമായി. വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് അലിയും സാറയും വളരുന്നത്. അതുകൊണ്ടാണ് അവർ ഷൂസ് നഷ്ടപ്പെട്ട വിവരം ആരോടും പറയാതെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത്. നഷ്ടപ്പെട്ടു പോയ ഷൂസ് ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ കാലിൽ കാണുന്ന സന്ദർഭത്തിൽ അവളെ അപമാനിക്കാതിരിക്കണമെന്ന് അലി സഹോദരിയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് ദാരിദ്ര്യാവസ്ഥ പറയുന്നുണ്ട്, പിന്നെ അപമാനിക്കാതെ, സ്വന്തം ക്ലാസ്സിലെ കൂട്ടുകാരിയെ അപമാനിക്കാതിരിക്കാനുള്ള അവരുടെ ആ മനസ്സ്, അതും ഇതിൽ വരച്ച് കാട്ടുന്നുണ്ട്. സ്വന്തം വിഷമങ്ങൾക്കിടയിലും അവർ നന്മ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അടയാളമാണിത്. നനഞ്ഞ ഷൂസും ഇട്ടുള്ള സാറയുടെയും അലിയുടെയും ഓട്ടം ദയനീയമാണ്. കഷ്ടപ്പാടുകൾക്കിടയിലാണ് അവരുടെ ജീവിതമെങ്കിലും നന്മയുടെ, സ്നേഹത്തിൻ്റെ പ്രകാശം അവർ പ്രസരിപ്പിക്കുന്നു. തങ്ങളെക്കാൾ ദുരിതം അനുഭവിക്കുന്നവരോട് കരുതലും സ്നേഹവും പുലർത്താൻ അവർ ശ്രമിക്കുന്നു.
സിനിമയുടെ പേര് പോലെ തന്നെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന വിശേഷണം ആ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. അലിയും സാറയും പ്രകാശം പരത്തുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ഇതിൽ ജ്വലിച്ച് നിൽക്കുന്നത്. അടുത്തതൊരു സിനിമാസ്വാദനം എഴുതാനാണ്. അപ്പോൾ ഏത് സിനിമ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അത് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, നല്ല നല്ല സിനിമകളെടുത്ത് അതിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അതിനകത്ത് പ്രമേയം വേണം, കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വേണം, ഗാനങ്ങളുടെ പ്രസക്തി എന്താണെന്ന് വേണം, ഛായാഗ്രഹണം, പശ്ചാത്തല സംഗീതം, സംവിധാനം എന്നിവ എന്തൊക്കെയാണെന്നൊക്കെ പരിഗണിച്ച് വേണം എഴുതാൻ. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഏതാണ്? ഹോം എന്ന സിനിമയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹോം എന്ന സിനിമയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, എന്താണ്? റോജിൻ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ഹോം. 40 വർഷത്തോളം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഇന്ദ്രൻസ് എന്ന നടൻ്റെ വേറിട്ടൊരു മുഖമാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത്. ഒലിവർ ട്വിസ്റ്റ് എന്നാണ് ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര്. ഈ പേരിൽ തന്നെയുണ്ട് ഒരു കൗതുകം. വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിപ്പുകാരനായിരുന്നു ഒലിവർ ട്വിസ്റ്റ്. മൂത്ത മകൻ ആൻ്റണി സംവിധായകനും രണ്ടാമത്തെ മകൻ ചാൾസ് യൂട്യൂബറുമാണ്. പ്രേക്ഷകർക്ക് പരിചിതമാണ് ഈ സിനിമയുടെ കഥാപരിസരം. എല്ലാവരും കണ്ടൊരു സിനിമയായിരിക്കും ഹോം എന്ന് പറയുന്നത്, അല്ലേ? സ്മാർട്ട് ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വിശാലമായ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കൊപ്പം എത്താൻ ഒലിവർ ട്വിസ്റ്റും തന്നാലാവും വിധം ശ്രമം നടത്തുന്നുണ്ട് ഈ സിനിമയിലുണ്ട്. ഈ രംഗങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ഇടയ്ക്ക് കരയിപ്പിക്കുകയും ചെയ്യും. ജീവിതത്തിൽ താനൊന്നും നേടിയിട്ടില്ല എന്ന തിരിച്ചറിവ് ചില സാഹചര്യങ്ങളിൽ ഒലിവറിനെ നിരാശനാക്കുന്നുണ്ട്. മകനോട് പറയാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി മൊമെൻ്റ് പോലും തൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന അന്വേഷണം പഴയൊരു സംഭവത്തിലേക്ക് ഒലിവറിനെ എത്തിക്കുന്നു. ഈ സംഭവം ഒലിവറിൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം തിരികെ എത്തിക്കുന്നതിന് കാരണമാകുന്നു. ഒലിവറിൻ്റെ ഭാര്യ കുട്ടികളുമായി എത്തുന്നത് മഞ്ജു. ഒലിവറിൻ്റെ ഭാര്യ കുട്ടിയമ്മയായി എത്തുന്നത് മഞ്ജു പിള്ളയാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൃദയസ്പർശിയുമാണ് ഇന്ദ്രൻസിൻ്റെ അഭിനയം. ഒലിവറിൻ്റെ മിത്രമായി എത്തുന്നത് ജോണി ആണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ കേരള പാഠാവലിയിലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.